ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇരുമ്പാമ്പുളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ പാം ഓയിൽ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ എടുക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അച്ചാർ കേടായി പോകും. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആ ഒരു പൊടികളൊക്കെ നമുക്ക് ആ ഒരു എണ്ണയിൽ നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇരുമ്പാമ്പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇരുമ്പാമ്പുളി ഞാൻ തലേ ദിവസം തന്നെ നുറുക്കിയിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു ദിവസം ഫുള്ളായിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളിയാണ്. ഇനി നമുക്കിത് ആ ഒരു ഉപ്പിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മസാലയിൽ ഞാൻ ആദ്യം ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇതുപോലൊരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു അച്ചാറിൻ്റെ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ചീകിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സുർക്ക കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സുർക്ക ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പാമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.